ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. 3000 രൂപ മുതൽ 6000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് 6 പീസ് മഗ്സ്. 6000 രൂപ മുതൽ 10000 രൂപ വരെയുള്ള ഓരോ പർച്ചേസുകൾക്കും അയൺ ബോക്സ്. 10000 മുതൽ 15000 വരെയുള്ള പർച്ചേസുകൾക്ക് പ്രഷർ കുക്കർ. 15000 മുതൽ 20000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് നോൺ സ്റ്റിക് കുക്ക് വെയർ. 20000 മുതൽ 25000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഈസി കുക്ക് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഈ തകർപ്പൻ ഓണം ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രം. ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം. ബ്യൂട്ടി സിൽക്സ്. എനി ടൈം ഞങ്ങളെ സംബന്ധിച്ച് ഈ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ തന്നെ പ്രചരണം എല്ലാ സംഘടനകൾക്കും ലഭിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനി ടൈമൊക്കെ വന്നിട്ട് അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് കാര്യങ്ങൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനി ടൈം ഇനി ഒരു സ്റ്റെപ്പും കൂടി മുന്നിലേക്ക് പോകുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം 2-ാം തീയതി റൗണ്ടപ്പ്, ന്യൂസ് റൗണ്ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസുകൾ അപ്പം ലൈവായിട്ട് ലഭിക്കാനുള്ള ഏർപ്പാടുകൾ അവർ സജ്ജീകരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞു. എന്തായാലും എനി ടൈമിനെ സംബന്ധിച്ച് ഈ ഒരു പരിപാടി വളരെയധികം ഞങ്ങൾക്ക് വീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എനി ടൈം ഇനിയും കൂടുതൽ ഈ റൗണ്ടപ്പ് ടൈമിൽ ന്യൂസ് ഹവേഴ്സ് കൂട്ടണം. ഇപ്പം 7 മണിക്കാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വൈകിട്ട്. അത് രാവിലെയും ഉച്ചയ്ക്കും അങ്ങനെ ഒരു 3-4 തവണ അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസുകളും കൂടി ലഭിക്കാവുന്ന രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപാരി വ്യവസായി സംഘടനകൾക്ക് തന്ന വളരെയധികം പ്രചരണത്തിന് ഞാൻ ഈ സമയത്ത് പ്രത്യേകം എനി ടൈമിൻ്റെ സ്റ്റാഫിനോടും എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവിധ ആശംസകളും. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പൊരുത്തങ്ങൾ പലതു വേണം ഒരു വിവാഹത്തിന്, എങ്കിലേ അത് ദീർഘമംഗല്യമാകൂ. വിവാഹത്തിന് ആവശ്യം വേണ്ട പൊരുത്തങ്ങളിൽ മനപ്പൊരുത്തം, തലപ്പൊരുത്തം എന്നിവയാണ് മുഖ്യമെന്നാണ് ഗുരു നിത്യചൈതന്യയതിയുടെ ആപ്തവാക്യം. അത് ശരിയുമാണ്. ദാമ്പത്യത്തിൽ 2 മനസ്സുകളാണ് ഒന്നിക്കുന്നത്. സമാന മനസ്കർ ഒന്നിക്കുമ്പോൾ അവിടെ മെയ്ഡ് ഫോർ ഈച്ച് അതറായ ദാമ്പത്യം ഉടലെടുക്കും. എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം നേടുക എന്നതല്ല, സമാന ജീവിത വീക്ഷണവും തത്തുല്യമായ വിദ്യാഭ്യാസവും 2 പേർക്കും ഉണ്ടായിരിക്കണം. ബൗദ്ധിക മേഖലയിൽ തുല്യതയും പൊരുത്തവും ഉണ്ടാകണം എന്നർത്ഥം. ഇതൊക്കെയാണ് മധുരതരമായ ദാമ്പത്യത്തിൻ്റെ മൂലാധാരമെന്ന് വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകളെക്കുറിച്ച് കേരളം കേൾക്കും മുമ്പേ ഗുരു പറഞ്ഞു വച്ചിരിക്കുന്നത്. കൗൺസിലിങ്ങിനെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന പഴയ കാലത്തേക്കാൾ ഇന്ന് ദാമ്പത്യ ശൈഥില്യം വർദ്ധിച്ചിരിക്കുന്നു. കേരളത്തിൽ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് വേണ്ടത്ര പ്രാധാന്യം ഇന്നും കിട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ. വർദ്ധിച്ചുവരുന്ന വിവാഹമോചന കേസുകൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകൾക്ക് സാധിച്ചേക്കാം. 2 വ്യക്തികളല്ല, 2 സംസ്കാരങ്ങളുടെ സമന്വയമാണ് ഒരു വിവാഹത്തിൽ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് വലിയ പങ്കുണ്ട്. ആശയവിനിമയത്തിലെ ചെറിയ അപാകതകൾ പോലും വലിയ പ്രശ്നങ്ങളായി തീർന്നേക്കാം. എന്നതുകൊണ്ട് വിവാഹത്തിനൊരുങ്ങുമ്പോൾ തന്നെ നല്ലൊരു കൗൺസിലിംഗ് നടത്തിയാൽ ഇതെല്ലാം മനസ്സിലാക്കി വിവാഹത്തെ സമീപിക്കാനാകും. പണം വ്യയം ചെയ്യുന്നതിലും ഗൃഹപരിപാലനത്തെ കലയായി ദമ്പതികൾ കാണേണ്ടതെങ്ങനെയെന്നും കൗൺസിലിംഗ് പറഞ്ഞു തരും. കുടുംബങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ എങ്ങനെ സമീപിക്കണമെന്നും വികാര വിചാര സമന്വയം എങ്ങനെയാകണമെന്നും നല്ല ഒരു ചിത്രം കൗൺസിലിങ്ങിലൂടെ ലഭിക്കും. ഇതെല്ലാം നല്ലൊരു കുടുംബജീവിതത്തിനു വളക്കൂറാകും എന്നതിനാൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഇന്ന് ആവശ്യം വേണ്ട ഒന്നായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.